So in this class we are dealing with Coriolis Force and Centrifugal Force. For this we are considering a frame, two frames S and S prime. These are the coordinates x, y, z, and here the coordinates are x, y, x dash, y dash and z dash. S is an inertial frame and S dash is a non-inertial frame. What is inertial and non-inertial frame? Here Newton's law of inertia is valid. Here it is not valid. It is an non-accelerating frame. It is an accelerating frame. This is an accelerating frame and this is an non-accelerating frame. So ഇവിടെ നമ്മൾ എസ് പ്രൈം എന്ന് പറയുന്ന ഈ ഫ്രെയിം ഓഫ് റെഫറൻസ് റൊട്ടേറ്റിംഗ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ദിസ് ഇസ് എ റൊട്ടേറ്റിംഗ് വിത്ത് ആൻ ആംഗുലർ വെലോസിറ്റി, യൂണിഫോംലി റൊട്ടേറ്റിംഗ്. That means this angular velocity is constant. Let us take നമുക്കതിനെ let us take it as ഒമേഗ ആയിട്ട് കൺസിഡർ ചെയ്യാം. വിത്ത് റെസ്പെക്ട് ടു എസ്. എസ്സിൽ നോക്കുമ്പോൾ എസ് എന്ന് പറഞ്ഞൊരു ഫ്രെയിം ഉണ്ടെന്ന് വിചാരിക്കുക. ഈ എസ് ഡാഷ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ഫ്രെയിം ഉണ്ട്. ഇവിടെ നിന്നിട്ട് ഒരാൾ നോക്കുന്ന സമയത്ത് ഈ എസ് ഡാഷ് എന്ന് പറയുന്നത് റൊട്ടേറ്റിംഗ് ഫ്രെയിമാണ്. ഇത് റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഓക്കെ, വിത്ത് ആൻ ആംഗുലർ വെലോസിറ്റി, യൂണിഫോം ആംഗുലർ വെലോസിറ്റി ഒമേഗ. അപ്പോൾ ഈ രണ്ട് ഫ്രെയിമിൻ്റെയും ഒറിജിൻ കോമൺ ഒറിജിനാണെന്ന് വിചാരിക്കുക. എസ് ഫ്രെയിമിൻ്റെയും എസ് ഡാഷ് ഫ്രെയിമിൻ്റെയും ഒറിജിൻ കോമൺ ആണെന്ന് വിചാരിക്കൂ. എസ് ഡാഷ് ഫ്രെയിം റൊട്ടേറ്റിംഗ് about z dash direction. Let it be x, y dash, z dash ആയിട്ട് എടുക്കുകയാണെങ്കിൽ z ഡാഷിന് എബൌട്ട് ആയിട്ടാണ് എന്ത് റൊട്ടേറ്റ് ചെയ്യുന്നത്? നമ്മുടെ എസ് ഡാഷ് ഫ്രെയിം റൊട്ടേറ്റ് ചെയ്യുന്നത്, എസ് പ്രൈം എന്ന് പറഞ്ഞ ഫ്രെയിം റൊട്ടേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ലെറ്റ് ആർ വെക്റ്റർ ബി ദി പൊസിഷൻ വെക്റ്റർ ഓഫ് എ പാർട്ടിക്കിൾ വിത്ത് റെസ്പെക്ട് ടു എസ്. എസ് വെച്ചിട്ട് നമ്മൾ ഒരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യുകയാണ്. ഇത് എസ് വിത്ത് റെസ്പെക്ട് ടു എസ്, അതിൻ്റെ പൊസിഷൻ എന്ന് പറയുന്നത് പൊസിഷൻ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ആറായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് ഈ പൊസിഷൻ വെക്റ്ററിനെ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. ആർ ഇസ് ഈക്വൽ ടു അല്ലേ xi plus yj plus zk in S frame, where I, j, k are unit vectors along x, y, z directions. ഇത് തന്നെ നമുക്ക് എസ് ഡാഷ് ഫ്രെയിമിൽ എങ്ങനെ എഴുതാം? എക്സ് ഐ എക്സ് ഡാഷ് ഐ പ്രൈം പ്ലസ് വൈ ഡാഷ് ജെ പ്രൈം പ്ലസ് സെഡ് പ്രൈം. ഓക്കെ, പ്രൈം എന്ന് പറയാം. സെഡ് പ്രൈം കെ പ്രൈം. വേർ ദിസ് ഈസ് ഇൻ എസ് ഡാഷ് ഫ്രെയിം. What is I dash, I prime, J prime, K prime? These are the unit vectors along X dash, Y dash and Z dash. Z prime. ഇവിടെ നമ്മൾ ഐ ജെ കെ എന്ന് പറയുന്ന ഐ പ്രൈം ജെ പ്രൈം കെ പ്രൈം എന്ന് പറയുന്ന യൂണിറ്റ് വെക്റ്റേഴ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഐ പ്രൈം ജെ പ്രൈം കെ പ്രൈം എന്ന് പറയുന്നത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈസ് ട്രീറ്റഡ് ആസ് വാരിയബിൾസ് ആയിട്ടാണ്. വൈ? ഇത് വാരിയബിൾസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അതായത് ഇത് റൊട്ടേറ്റിംഗ് ഫ്രെയിമിലുള്ള യൂണിറ്റ് വെക്റ്റേഴ്സാണ്. അപ്പോൾ
ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു റിജിഡ് ബോഡി ഒരു പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഒരു മാസീവ് പാർട്ടിക്കിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, ഇത് റൊട്ടേറ്റിംഗ് ഫ്രെയിം ആയതുകൊണ്ട് അതിൻ്റെ IJK വാല്യൂ, യൂണിറ്റ് വെക്ടേഴ്സ് എന്ത് ചെയ്യും, കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യും അല്ലേ. അതുകൊണ്ട് നമ്മൾ ഇതിനെ വാരിയബിൾസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. നമുക്ക് ലെറ്റ് us take the derivative of this position vector, that is dr by dt is equal to d by dt of x xi prime plus y prime j prime z prime k prime. അപ്പോൾ ഇതാണ് എസ് ഡാഷ് ഫ്രെയിമിൽ നിന്ന് നോക്കുന്ന സമയത്തുള്ള ഇതിൻ്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. ഇതാണ് പൊസിഷൻ വെക്ടർ. അപ്പോൾ dr by dt എടുക്കുമ്പോൾ അതിൻ്റെ വെലോസിറ്റി കിട്ടും. അപ്പോൾ ഇതാണ് എസ് ഡാഷ് ഫ്രെയിമിൽ നിന്ന് അതിൻ്റെ വെലോസിറ്റി. അപ്പോൾ ഇവിടെ യൂണിറ്റ് വെക്ടേഴ്സ് എല്ലാം വാരിയബിൾസ് ആണ്. സോ നമുക്ക് ഇക്വേഷനെ ഇങ്ങനെ എഴുതാൻ പറ്റും. ഇതിൻ്റെ ഡെറിവേറ്റീവ്, അതായത് dx prime by dt into I prime plus dy prime by dt j prime plus dz by dt into k prime plus എന്ത് ചെയ്യും, ഇതും വേരിയബിളാണ് ഇതും വേരിയബിളാണ്. അപ്പോൾ നമുക്ക് ഇതിന് പ്ലസ് എന്ത് ഒരു ടേം കൂടി വരും, എക്സ് ഇൻറ്റു ഡി ഐ പ്രൈം ബൈ ഡി ടി പ്ലസ് എക്സ് പ്രൈം, വൈ പ്രൈം ഇൻറ്റു വരും ഡി ജെ പ്രൈം ബൈ ഡി ടി പ്ലസ് സെഡ് പ്രൈം ഇൻറ്റു ഡി കെ പ്രൈം ബൈ ഡി ടി എന്ന് വരും. അപ്പോൾ നമുക്കതിനെ എങ്ങനെ എഴുതാം, ഡി എക്സ് ബൈ ഡി ടി എന്ത് വരും, എക്സ് ഡോട്ട് നമുക്ക് എഴുതാൻ പറ്റും. അപ്പോൾ ഞാനിവിടെ ഈ ഡി എക്സ് ബൈ ഡി ടീനെ എക്സ് ഡോട്ട് വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഐ പ്രൈം പ്ലസ് ഇത് വരും വൈ ഡാഷ് പ്രൈം വരും ഇൻറ്റു ജെ പ്രൈം പ്ലസ് ദിസ് ഇസ് എന്ത് വരും സെഡ് ഡോട്ട് പ്രൈം അല്ലേ, സെഡ് പ്രൈം ഡോട്ട് കെ പ്രൈം പ്ലസ് സെക്കൻഡ് ഇക്വേഷൻ എന്ത് വരും പ്ലസ് എക്സ് പ്രൈം ഡി ഐ പ്രൈം ഡിവൈഡ് ബൈ ഡി ടി പ്ലസ് വൈ പ്രൈം ഡി ജെ പ്രൈം ഡിവൈഡ് ബൈ ഡി ടി പ്ലസ് സെഡ് പ്രൈം ഡി കെ അല്ലേ, ഡി കെ പ്രൈം ബൈ ഡി ടി എന്ന് വരും. പിന്നെ ഇവിടെ നമ്മളൊരു കാര്യം കൊണ്ടുവരികയാണ്, ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരികയാണ്. അതായത് ഒരു ഇക്വേഷൻ, മുന്നേ ഉള്ളൊരു ഇക്വേഷൻ കൊണ്ടുവരികയാണ്. ഫ്രം റൊട്ടേറ്ററി മോഷൻ പഠിച്ചിട്ടുണ്ട്, +2 പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ നമ്മൾ ലീനിയർ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ, റൊട്ടേറ്ററി മോഷനിൽ പോകുന്ന റൊട്ടേറ്ററി മോഷനിൽ ഒരു പാർട്ടിക്കിളിൻ്റെ ലീനിയർ വെലോസിറ്റി നമ്മൾ കണ്ടുപിടിക്കുന്നതിന് ഇക്വേഷൻ നമുക്കറിയാം. dr by dt is equal to omega cross r, where r vector is the position vector, this is a vector, this is the angular velocity equation, angular velocity. So dr by dt is equal to എന്ത് വരും, ഒമേഗ ക്രോസ് ആർ എന്ന് വരും. അപ്പോൾ ഇവിടെ ഐ പ്രൈം ജെ പ്രൈം ആൻഡ് കെ പ്രൈം ആർ വാരിയബിൾസ് ആയതുകൊണ്ട് നമുക്ക് ഇതേ ഇക്വേഷനിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ നോക്കാം. ഇപ്പോൾ ഡി ഐ
പ്രൈം ബൈ ഡി ടീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ജനറലൈസ് ചെയ്തിട്ട് ഈ ഇക്വേഷനെ ജനറലൈസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? ഒമേഗ ക്രോസ് ഈ ഇതെന്ത് വരും? ഐ എന്ന് വരും. ഒമേഗ ക്രോസ് ഐ പ്രൈം എന്ന് വരും. ആൻഡ് ഡി ജെ പ്രൈം ബൈ ഡി ടി എന്നുള്ളത് ഒമേഗ ക്രോസ് ജെ പ്രൈം എന്ന് വരും. ആൻഡ് സിമിലർലി ഡി കെ പ്രൈം ബൈ ഡി ടി ഇസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് കെ പ്രൈം എന്ന് വരും. എങ്ങനെയാണ് വന്നത്? നമുക്കൊരു ജനറൽ ഇക്വേഷൻ ഉണ്ട്, റൊട്ടേറ്ററി മോഷൻ എന്ന് കിട്ടുന്നതാണ്. അതായത് അതിൻ്റെ ലീനിയർ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ റൊട്ടേറ്റിംഗ് ഫ്രെയിം ഇസ് ഈക്വൽ ടു റൊട്ടേറ്ററി മോഷൻ ഇസ് ഈക്വൽ ടു ഒമേഗ ക്രോസ് ആർ, where ഒമേഗ ഇസ് ദ ആംഗുലർ വെലോസിറ്റി. സോ ഇതെന്ന് പറയുന്ന പൊസിഷൻ വെക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ യൂണിറ്റ് വെക്ടേഴ്സിനെയും അതേ സ്റ്റൈലിൽ എഴുതാൻ പറ്റും. അപ്പോൾ നമുക്ക് ഡി ഐ ബൈ ഡി ടി എന്നുള്ളത് ഒമേഗ ക്രോസ് ഐ പ്രൈം എന്ന് വരും. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഡി ആർ ബൈ ഡി ടി ഇൻ എസ് പ്രൈം ഫ്രെയിം ഈസ്, നമുക്ക് ഈ ഇക്വേഷനിൽ നമുക്ക് ഇതെല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ ഡി ആർ ബൈ ഡി ടി ഇസ് ഈക്വൽ ടു എക്സ് ഡോട്ട് എക്സ് പ്രൈം ഐ പ്രൈം, അവിടെ പോസ് ചെയ്ത് വയ്ക്കാം, കംപ്ലീറ്റ് എക്സ്. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വന്നു. ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ്. അപ്പോൾ എക്സ് ഡോട്ട് ഐ, വൈ ഡോട്ട് ജെ, സെഡ് ഡോട്ട് കെ പ്രൈം പിന്നെ നമ്മുടെ ഇക്വേഷൻ നമ്മുടെ മാറ്റിയ ഇക്വേഷൻ എക്സ് പ്രൈം ഒമേഗ ക്രോസ് ഐ പ്ലസ് വൈ പ്രൈം ഒമേഗ ക്രോസ് ജെ ആൻഡ് സെഡ് പ്രൈം ഒമേഗ ക്രോസ് കെ. പക്ഷേ നമുക്കിതിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും എന്താണ് എക്സ് പ്രൈം ഐ പ്രൈം പ്ലസ് വൈ പ്രൈം ജെ പ്രൈം പ്ലസ് സെഡ് പ്രൈം കെ പ്രൈം എന്ന് പറയുന്നത് നമ്മുടെ പൊസിഷൻ വെക്ടർ ഇൻ എസ് ഡാഷ് ഫ്രെയിം ആണ് അല്ലേ? അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തുമായിട്ട് വന്നു? അതുപോലെ എക്സ് ഡോട്ട് ഐ പ്രൈം പ്ലസ് വൈ പ്രൈം ഡോട്ട് ജെ പ്രൈം പ്ലസ് സെഡ് പ്രൈം ഡോട്ട് കെ പ്രൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിൻ്റെ എല്ലാം ഡോട്ട് എടുത്തു കഴിഞ്ഞാൽ വരുന്നത് എന്ത് വരും? ഡി ആർ ബൈ ഡി ടി ഇൻ എസ് ഡാഷ് ഫ്രെയിം അങ്ങനെ വരും. ദെൻ ദ ഇക്വേഷൻ വിൽ ബിക്കം, നമ്മുടെ ഈ ഇക്വേഷൻ എന്തായിട്ട് വരും? ഡി ആർ ബൈ ഡി ടി ഇൻ എസ് ഫ്രെയിം is equal to this is dr by dt in s dash frame plus this is xi plus yj plus zk പ്ലസ് ഒമേഗ ക്രോസ് ആർ എന്ന് വരും. ഇത് ഇക്വേഷൻ വന്നത് എങ്ങനെയാണെന്ന് വിചാരിച്ചാൽ ഈ ഇക്വേഷൻ നോക്കാം. ഇക്വേഷനിൽ നമുക്ക് എന്ത് ചെയ്യും? എക്സ് ഡോട്ട് വൈ ഡോട്ട് സെഡ് ഡോട്ട് എന്ന് പറയുന്നതാണ് നമ്മുടെ ഡി ആർ ബൈ ഡി ടി ആസ് ഡാഷ് ഫ്രെയിം. ഇനി ഇവിടെ ഒമേഗ ക്രോസ് ഐ എന്ന് വന്നു. അപ്പോൾ അതിന് പകരം ഒമേഗ ക്രോസ് ഇൻറ്റു എക്സ് ഐ നമുക്ക് അങ്ങനെ എഴുതാം. ഒമേഗ ക്രോസ് ഇൻറ്റു ഒമേഗ ക്രോസ് എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ എന്ന് എഴുതാൻ പറ്റും. എല്ലാത്തിനെയും ഒമേഗ ആയിട്ടാണ് ക്രോസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഇക്വേഷൻ എങ്ങനെ എഴുതാൻ പറ്റും? അതായത് ഇങ്ങനെ എഴുതാൻ പറ്റും. ഒമേഗ ക്രോസ് എക്സ് ഐ എക്സ് പ്രൈം
I prime plus y prime j prime plus z prime k prime. ഇത് ഈ മൂന്ന് ഇക്വേഷൻ നമുക്ക് ഈ ഫോമിലേക്ക് മാറ്റാൻ പറ്റും. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ആർ വെക്റ്റർ. ദിസ് ഈസ് ആർ വെക്റ്റർ. അപ്പോൾ ഇക്വേഷൻ dr/dt ഇസ് ഈക്വൽ ടു dr/dt ഇൻ എസ് ഡാഷ് പ്രൈം പ്ലസ് ഒമേഗ ക്രോസ് ആർ എന്ന് പറഞ്ഞ ഇക്വേഷനായി അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഇക്വേഷന് നമ്മുടെ ഇക്വേഷന് നമുക്ക് എന്ത് പറ്റും? ദിസ് ഇക്വേഷൻ ഗിവ്സ് ദ റിലേഷൻ ബിറ്റ്വീൻ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ദ വെക്റ്റർ ആർ വിത്ത് റെസ്പെക്ട് ടു ടു ഫ്രെയിംസ്. അതാണ് എന്താണ് ചേഞ്ച്, വ്യത്യാസം. ഒരു ഫ്രെയിമിൽ നിന്ന് വേറെ ഫ്രെയിമിലേക്ക് നോക്കുന്ന സമയത്ത് അവിടെയുള്ള സെയിം ഇതിൻ്റെ ഇക്വേഷൻ എന്ത് മാറ്റമാണ് സംഭവിച്ചതെന്നാണ് ഈ ഇക്വേഷൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്കൊരു ജനറൽ വെക്റ്റർ എ വെക്റ്ററിനെ നമുക്ക് നേരത്തെ പറഞ്ഞ ഇക്വേഷൻ്റെ ഫോമിൽ എഴുതുകയാണെങ്കിൽ dA/dt ഇൻ എസ് ഫ്രെയിം ഇസ് ഈക്വൽ ടു dA/dt ഇൻ എസ് ഡാഷ് ഫ്രെയിം പ്ലസ് ഒമേഗ ക്രോസ് എ വെക്റ്റർ. And so we can write this is in an operator equation. d/dt of s is equal to d/dt of s dash plus omega cross. ഇത് നമുക്കൊരു ഓപ്പറേറ്റർ ഇക്വേഷൻ ആയിട്ട് എഴുതാം. സോ ഇതിൽ നമ്മൾ ഈ ഫ്രെയിമിലുള്ള ഏത് വെക്ടർ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഓപ്പറേറ്റർ ഇക്വേഷൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വാലിഡ് ആയിട്ട് കിട്ടും. അപ്പോൾ അഗൈൻ വി ആർ റൈറ്റിംഗ് ദ ഇക്വേഷൻ ഫോർ dr/dt in s frame is equal to dr/dt in s dash frame plus omega cross r. And what is this? dr/dt in s frame means it is the velocity in s frame which is equal to velocity in s dash frame plus omega cross r. So this equation vs is equal to v dash plus omega cross r. ഈ ഇക്വേഷൻ നമ്മൾ ഓപ്പറേറ്റർ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ വി എസ് ഇസ് ഈക്വൽ ടു വി എസ് പ്രൈം പ്ലസ് ഒമേഗ ക്രോസ് ആർ എന്ന് പറയുന്നത് ഇതിന് നമ്മളൊരു ഓപ്പറേറ്റർ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് d/dt ഓഫ് വി എസ് എന്ത് വരും? d/dt ഓഫ് വി എസ് പ്രൈം ഇൻറ്റു ഒമേഗ ക്രോസ് ആർ ഇൻ എസ് ഫ്രെയിം അല്ലേ, ഇൻ എസ് ഫ്രെയിം പ്ലസ് ഒമേഗ ക്രോസ് ഇൻറ്റു നമ്മുടെ ഏതാണോ വെക്റ്റർ ഒമേഗ ക്രോസ് ഇൻറ്റു വി എസ് പ്രൈം പ്ലസ് ഒമേഗ ക്രോസ് ആർ ആണല്ലോ. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്തൊക്കെ എഴുതാം. അപ്പോൾ what is this? This is the acceleration in s frame that is equal to d/dt of vs prime plus ഇതിന് നമ്മൾ ചെയ്യുക d/dt of omega cross r ന് d/dt of omega cross r d/dt of omega cross r plus ഇതിനെ വീണ്ടും ചെയ്യണം omega cross dr/dt. ഇതെല്ലാം എന്തിലാണ്? എസ് പ്രൈം ഫ്രെയിമിലാണ്. പ്ലസ് ദ സെക്കൻഡ് ടേം ഒമേഗ ക്രോസ് വി എസ് പ്രൈം പ്ലസ് എന്ത് വരും? ഒമേഗ ക്രോസ് ആർ അല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ എഴുതാം എ എസ് ഇസ് ഈക്വൽ ടു വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് ആക്സിലറേഷൻ ഇൻ എസ് ഡാഷ് ഫ്രെയിം, ദിസ് എ എസ് ഡാഷ് പ്ലസ് and d/dt of omega is equal to 0. This is equal to 0 because omega is uniform velocity in the rotating frame. So d omega by dt will be equal to 0 since omega is constant. So ഈ term 0 ആയിട്ട് പോകും. ബാക്കി വരുന്നത് omega cross, what is dr/dt in s dash? This is vs prime plus omega cross vs prime plus ഒരു ടൈം കൂടി omega cross r. So again we can write like this
AS is equal to AS prime plus 2 omega cross VS prime plus omega cross R. അപ്പോൾ നമുക്ക് ഈ ASനെ AS പ്രൈമിനെ നമുക്ക് ഒരു സൈഡിലേക്ക് കൊണ്ടുവന്ന് AS prime is equal to AS dash minus 2 omega cross BS prime plus minus omega cross R എന്ന് വരും. അപ്പോൾ ഇതിൽ എന്താണ്, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, എന്താണ് ആക്സിലറേഷൻ ഓഫ് എ പാർട്ടിക്കിൾ, in the rotating frame is S dash is equal to acceleration in the inertial frame S minus 2 into omega cross VS prime minus omega cross R. ഇനി ഇതിൽ ഈ ടേം റെപ്രസെൻ്റ് ചെയ്യുന്നത് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷനും ആൻഡ് ദിസ് ടേം ഈസ് കൊറിയോളിസ് ആക്സിലറേഷനും എന്ന് പറയും. സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ ആൻഡ് കൊറിയോളിസ് ആക്സിലറേഷൻ ഇതെന്താണെന്നുള്ളതിൻ്റെ ഫിസിക്കൽ മീനിങ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഇപ്പോൾ സെൻട്രിഫ്യൂഗൽ, ഇതിപ്പോൾ ആക്സിലറേഷനാണ്, ഇതെല്ലാം ആക്സിലറേഷൻ്റെ ഇക്വേഷനാണ്. AS മൈനസ് ആണ് കേട്ടോ, AS ഡാഷ് അല്ല, AS മൈനസ്. അപ്പോൾ ഇവിടെ എല്ലാ ആക്സിലറേഷൻ ടേംസാണ്. അപ്പോൾ ഇതും രണ്ടും ആക്സിലറേഷൻ ടേംസ് ആയിരിക്കണം, മസ്റ്റ് ബി. സോ എല്ലാം ആക്സിലറേഷൻ്റെ ടേംസിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ എന്നും ഇതിനെ കൊറിയോളിസ് ആക്സിലറേഷൻ എന്നും പറയും. അപ്പോൾ നമ്മൾ ഒരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യുകയാണ്, ഒരു ഫ്രെയിമിൽ M മാസുള്ളൊരു പാർട്ടിക്കിളിനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ ഈ മാസ് ഇതിൻ്റെ ആക്സിലറേഷനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്കിങ്ങനെ വരും, M into AS dash is equal to MAS minus 2M omega cross VS prime minus M into omega cross R എന്ന് വരും അല്ലേ. അപ്പോൾ നമുക്കിതിന് എന്ത് ചെയ്താം, AS പ്രൈം എന്ന് പറയുന്നത് F ഡാഷ്, അതായത് ഫോഴ്സ് ഇൻ ദി ആക്സിലറേറ്റിംഗ് ഫ്രെയിം ഇസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻ ദി ഇനേർഷ്യൽ ഫ്രെയിം മൈനസ് 2M into omega cross VS prime minus M into omega cross R എന്ന് വരും. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇതെല്ലാം ഫോഴ്സ് ഇക്വേഷൻ ആയതുകൊണ്ട് എല്ലാം ഫോഴ്സ് ഇക്വേഷനായിട്ട് മാറും. അപ്പോൾ നമ്മൾ ഈ ഒരു ടേമിനെ നമ്മൾ പറയുന്നതാണ്, ഇത് സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷനാണ് ടേമാണ് വരുന്നത്. അപ്പോൾ ഇത് എന്ത് വരും, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് വരും, സെൻട്രിഫ്യൂഗൽ ഫോഴ്സ്. ഇതെന്ത് വരും, അപ്പോൾ ഈ ടേം എന്തായിട്ട് മാറും, സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫോഴ്സിന് നമ്മൾ കൊറിയോളിസ് ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഫിക്റ്റീഷ്യസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം. വാട്ട് ഈസ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ് നമുക്കറിയാം, സ്യൂഡോ ഫോഴ്സ് എന്താണെന്നറിയാം, ആക്സിലറേറ്റിംഗ് ഫ്രെയിമിലുണ്ടാവുന്ന ഫീൽ ചെയ്യുന്ന ഫോഴ്സാണ് ഫിക്റ്റീഷ്യസ് ഫോഴ്സ്. ആൻഡ് അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്, F ഡാഷ് ഇസ് ഈക്വൽ ടു F പ്ലസ് F0 ആണല്ലോ. ഇതൊക്കെ എന്താണെന്ന് നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എന്ത് വന്നു, F ഇവിടെ നമ്മുടെ ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ, F
prime is equal to f plus f minus 2m omega cross vs prime minus m omega cross r എന്നുള്ള ഇക്വേഷനാണ് വന്നത്. അപ്പോൾ നമുക്ക് f0 എന്ത് വരും? f0 കമ്പയർ ചെയ്യുമ്പോൾ ഈ രണ്ട് ഇക്വേഷൻ കമ്പയർ ചെയ്യുമ്പോൾ f0 ഇസ് ഈക്വൽ ടു മൈനസ് 2m omega cross vs prime minus m into omega cross r എന്ന് വരും. അപ്പോൾ എന്തായി? Coriolis force and centrifugal force are എന്തായിട്ട് മാറുന്നത്? ഫിക്റ്റീഷ്യസ് ഈക്വൽ ആണെന്ന് പറഞ്ഞില്ലേ? ദാറ്റ് ആർ ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് പറയും. അപ്പോൾ ഈ ഫോഴ്സ്, ഈ രണ്ട് ഫോഴ്സും, സെൻട്രിഫ്യൂഗൽ ഫോഴ്സും കോറിയോളിസ് ഫോഴ്സും ഒരു പാർട്ടിക്കിൾ ആക്ട് ചെയ്യുന്നത് ഏത് ഫ്രെയിമിലാണ്? നോൺ ഇനേർഷ്യൽ ഫ്രെയിമിലാണ് ആക്ട് ചെയ്യുള്ളൂ. നോൺ ഇനേർഷ്യൽ ഫ്രെയിമിലാണ് ഫിക്റ്റീഷ്യസ് ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ഉണ്ടാവുന്നത്. റൊട്ടേറ്റിംഗ് ഫ്രെയിംസ് ആയിരിക്കണം, അല്ലെങ്കിൽ ആക്സിലറേറ്റിംഗ് ഫ്രെയിംസ് ആയിരിക്കണം. ആൻഡ് നമുക്ക് പറയാം, കൊറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾ മോഷനിലായിരിക്കുമ്പോൾ മാത്രം ഉണ്ടാവുന്ന ഫോഴ്സാണ് ഏത്? കൊറിയോളിസ് ഫോഴ്സ് എന്നും ആൻഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾ റെസ്റ്റിലാവുമ്പോൾ ഉള്ളതാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് കൊറിയോളിസ് ഫോഴ്സ്? പാർട്ടിക്കിൾ മോഷനിലാവുമ്പോൾ, റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ കൺസിഡർ ചെയ്യുന്ന പാർട്ടിക്കിൾ മോഷനിലാണെങ്കിൽ അതിന് കൊറിയോളിസ് ഫോഴ്സ് ഫീൽ ചെയ്യും, അനുഭവപ്പെടും. അതുപോലെ ഒരു റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ പാർട്ടിക്കിൾ റെസ്റ്റിലാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്കതിൽ സെൻട്രിഫ്യൂഗൽ ഫോഴ്സും ആക്ട് ചെയ്യും. സെൻട്രിഫ്യൂഗൽ ഫോഴ്സും കൊറിയോളിസ് ഫോഴ്സും എക്സ്പ്ലെയിൻ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ് പറഞ്ഞുതരാം. അപ്പോൾ എന്താണ് രണ്ടും എന്നുള്ളത് ക്ലിയർ ആവും. അപ്പോൾ നേരത്തെ പറഞ്ഞ വീഡിയോയിൽ ചെറിയൊരു തിരുത്തുണ്ട്. അതായത് 2m ഒമേഗ ക്രോസ് vs എന്നുള്ളത് കൊറിയോളിസ് ഫോഴ്സും ഇത് സെൻട്രിഫ്യൂഗൽ ഫോഴ്സുമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോയിരുന്നേ. അപ്പോൾ ഇതെന്ത് വരും? സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ എന്നുള്ളത് ഇതും, ഈ 2 ഒമേഗ ക്രോസ് vs എന്നുള്ളത് കൊറിയോളിസ് ആക്സിലറേഷനുമാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്കിവിടെ എന്ത് വരും? കൊറിയോളിസ് ഫോഴ്സ് ആൻഡ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് വരും, ഫിക്റ്റീഷ്യസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ കൊറിയോളിസ് ഫോഴ്സ് എന്ന പാർട്ടിക്കിൾ മോഷൻ ആകുമ്പോഴാണ് കൊറിയോളിസ് ഫോഴ്സ്. അതൊരു നേരത്തെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഡൗട്ട് ഉണ്ട്. കാര്യം എന്താ വെച്ചാൽ ഇവിടെ ഒമേഗ ക്രോസ് vs എന്നാണ്. അപ്പോൾ വെലോസിറ്റി ഉള്ള പാർട്ടിക്കിളിനാണ് എന്തുണ്ടാവുള്ളൂ? കൊറിയോളിസ് ഫോഴ്സ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് കൊറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾ മോഷൻ ആകുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ഇവിടെ ഒമേഗ ക്രോസ് r ആണ്. പൊസിഷൻ വെക്ടർ മാത്രമല്ല, ഇവിടെ എന്തില്ല? വെലോസിറ്റി, ലീനിയർ വെലോസിറ്റിനെ കുറിച്ച് പറയുന്നില്ല ഈ പാർട്ടിക്കിളിൻ്റെ. ഇത് റൊട്ടേറ്റിംഗ് ഫ്രെയിമിൻ്റെ വെലോസിറ്റിയാണ്, ആംഗുലർ വെലോസിറ്റിയാണ്. സോ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് പാർട്ടിക്കിൾ റെസ്റ്റിലാവുമ്പോഴും കൊറിയോളിസ് ഫോഴ്സ് പാർട്ടിക്കിൾ മോഷനിലാവുമ്പോഴുമാണ് ഉണ്ടാവുന്നത്. അപ്പോൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമ്മളൊരു യൂണിഫോംലി റൊട്ടേറ്റിംഗ് ഫ്രെയിം ഓഫ് റെഫറൻസിനെ കൺസിഡർ ചെയ്യുക. ആൻഡ് ഒമേഗ ബി ദി ആംഗുലർ വെലോസിറ്റി എബൌട്ട് എ ഫിക്സഡ് ആക്സിസ് അറ്റ് ദ ഒറിജിൻ ഓഫ് ദി കോർഡിനേറ്റ് സിസ്റ്റം. ഒമേഗയാണ് അതിൻ്റെ
ആംഗുലർ വെലോസിറ്റി എന്ന് കൺസിഡർ ചെയ്യുക. യൂണിഫോംലി റൊട്ടേറ്റിംഗ് ആണ്. ഈ ഫ്രെയിമിൽ നമ്മൾ എസ് ഡാഷ് ഫ്രെയിമായിട്ട് കൺസിഡർ ചെയ്യാം. എക്സ് ഡാഷ് വൈ ഡാഷ് ആൻഡ് സെഡ് ഡാഷ്. സെഡ് ഡാഷിൽ റൊട്ടേറ്റ് ചെയ്യുന്നു വിചാരിക്കും. ഇപ്പോൾ ഈ ഫ്രെയിമിൽ ഒരു പാർട്ടിക്കിൾ ഉണ്ടെന്ന് വിചാരിക്കൂ. ആൻഡ് പാർട്ടിക്കിൾ ഈസ് അറ്റ് റെസ്റ്റിലാണെന്ന് വിചാരിക്കുക. പാർട്ടിക്കിൾ റെസ്റ്റിലാകുമ്പോൾ ഫ്രെയിം റൊട്ടേറ്റ് ചെയ്യുന്നത് കൊണ്ട് ഈ പാർട്ടിക്കിൾ വിൽ എക്സ്പീരിയൻസ്, ദിസ് പാർട്ടിക്കിൾ വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ്, and that force is called centripetal force, and which is towards the axis of rotation, and centripetal force towards the axis of rotation. And നമ്മൾ കണ്ടുപിടിച്ചതുപോലെ നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചതുപോലെ വിച്ച് ഇസ് ഈക്വൽ ടു എം ഒമേഗ സ്ക്വയർ ആർ. എങ്ങനെ ഒമേഗ സ്ക്വയർ ആർ വന്നത്? മൈനസ് എം ഇൻറ്റു ഒമേഗ ക്രോസ് ആർ എന്ന് വരും. ഇത് ടുവേഴ്സ് ദി ആക്സിസ് ഓഫ് ദി റൊട്ടേഷൻ്റെ ഇത് റൊട്ടേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. ഫ്രെയിം ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. അപ്പോൾ ഈ പാർട്ടിക്കിൾ ഇവിടെ ഉണ്ടെങ്കിൽ ഈ പാർട്ടിക്കിൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ഈ ടുവേഴ്സ് ഈ ആക്സിസ്, ഇതാണ് ആക്സിസിൽ, ആക്സിസിന് ടുവേഴ്സ് ആയിരിക്കും ഇതിൻ്റെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത്. ഓരോ പോയിന്റും അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ആയിരിക്കും. അപ്പോൾ സൈൻ ക്രോസ് പ്രൊഡക്റ്റിൽ സൈനാണ് വരും. അപ്പോൾ സൈൻ വരുന്ന സമയത്ത് സൈൻ 90 എന്ന് വരും. അപ്പോൾ നമ്മുടെ ക്രോസ് എല്ലാം മാറിയിട്ട് അത് ഇൻറ്റു ആയിട്ട് മാറും. അപ്പോൾ എം ഒമേഗ സ്ക്വയർ ആർ എന്ന് വരും. അങ്ങനെയാണ് ഇക്വേഷൻ വന്നത്. ഇവിടെ ആർ എന്ന് പറഞ്ഞാൽ എന്താ? ആർ ഈസ് ദ റേഡിയൽ ഡിസ്റ്റൻസ് ഡയറക്റ്റഡ് ഔട്ട്വേർഡ് ഫ്രം ദ സെൻറ്റർ. അതായത് ഇതാണ് ആർ വെക്ടർ എന്ന് പറയുന്നത്. ഇതാണ് ആറിൻ്റെ ഡയറക്ഷൻ. ഇതാണ് ആറിൻ്റെ ഡയറക്ഷനും ഒമേഗയുടെ ഡയറക്ഷനും തമ്മിൽ 90 ഡിഗ്രിയിലായിരിക്കും. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്താ? എഫ് പ്രൈം ഈസ് ഈക്വൽ ടു എഫ് പ്ലസ് F0. ഇതാണ് നമ്മുടെ ഫിക്റ്റീഷ്യസ് ഫോഴ്സിൻ്റെ ഇക്വേഷൻ. ദ പാർട്ടിക്കിൾ ഈസ് അറ്റ് റെസ്റ്റ്. പാർട്ടിക്കിൾ റെസ്റ്റിലാവുമ്പോൾ പാർട്ടിക്കിളിൻ്റെ ആക്സിലറേഷൻ എന്തായിരിക്കും? 0 ആയിരിക്കും അറ്റ് എസ് ഡാഷ് ഫ്രെയിം. സോ എഫ് ഡാഷ് ഇസ് ഈക്വൽ ടു 0 വരും. സോ നമ്മുടെ ഇക്വേഷൻ 0 ഇസ് ഈക്വൽ ടു മൈനസ് എം ഒമേഗ സ്ക്വയർ ആണെന്നല്ലേ. പാർട്ടിക്കിൾ ഇതാവുന്ന സമയത്ത് നമ്മുടെ ഇക്വേഷൻ തരും 0 is equal to equation 0 is equal to F0 plus minus m omega square r. അപ്പോൾ നമുക്ക് F0 is equal to m omega square r എന്ന് എഴുതാം. അപ്പോൾ ഇതെന്തായി? Hence the fictitious force, this is a fictitious force acting, fictitious force acting on a particle at rest in a rotating frame is equal to m omega square r. This fictitious force is called centrifugal force, which is directed away from the center, which is acting away from the center. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് പ്ലസ് സൈൻ ആണ് ഇവിടെ വന്നത്. അതുകൊണ്ട് ഈ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് എവേ ഫ്രം ദി സെൻറ്റർ. നേരത്തെ ടുവേർഡ്സ് ദി സെൻറ്റർ ആയിരുന്നു, എവേ ഫ്രം ദി സെൻറ്റർ ആണ്. ഇത് ആക്ച്വലി റൊട്ടേറ്റിംഗ് ഫ്രെയിംസിൽ മാത്രം ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സാണ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കൊറിയോളിസ് ഫോഴ്സ് എന്ന് പറയുമ്പോൾ ദ അപ്പാരൻറ്റ് ഡിഫ്ലക്ഷൻ ഓഫ് മൂവിങ് ഒബ്ജക്റ്റ് when they are viewed from rotatory frame of reference is called Coriolis force. അതായത് ഇനേർഷ്യൽ ഫ്രെയിമിൽ സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു പാർട്ടിക്കിളാണെന്ന് വിചാരിക്കും. സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾ നമ്മളൊരു റൊട്ടേറ്റിംഗ് ഫ്രെയിമിൽ നിന്നിട്ടാണ് നോക്കുന്നതെങ്കിൽ
when we are viewed from a rotating frame, this linear motion feels like a rotating motion. നമുക്കത് റൊട്ടേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു കർവ്ഡ് പാത്തിലൂടെ മൂവ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും. കർവ്ഡ് പാത്തിലൂടെ മൂവ് ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്യും. ദിസ് ഫോഴ്സ് ഇസ് നോൺ ആസ് കോറിയോളിസ് ഫോഴ്സ്. ഈ ഫോഴ്സിന് നമ്മൾ കോറിയോളിസ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിന് യൂട്യൂബിൽ എക്സ്പെരിമെൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ തരാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് സ്ട്രെയിറ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന പാർട്ടിക്കിളായിരുന്നു നമ്മൾ വെൻ വി ആർ ലുക്കിംഗ് ത്രൂ ദി റൊട്ടേറ്ററി ഫ്രെയിം, ദിസ് മോഷൻ വിൽ ബിക്കം, ഇതിങ്ങനെ മൂവ് ചെയ്യണമെങ്കിൽ അത് നമുക്ക് എന്തായിട്ട് ഫീൽ ചെയ്യും, കർവ്ഡ് പാത്തായിട്ട് ഫീൽ ചെയ്യും. ദാറ്റ് ടൈപ്പ് ഓഫ് ഫോഴ്സ് ഇസ് നോൺ ആസ് കോറിയോളിസ് ഫോഴ്സ്. അപ്പോൾ കോറിയോളിസ് ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് റൈറ്റിലേക്ക് മൂവ് ചെയ്യുന്നത് ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടും ആൻഡ് ലെഫ്റ്റിലേക്ക് മൂവ് ചെയ്യുന്ന പാർട്ടിക്കിൾ ക്ലോക്ക് വൈസ് ആയിട്ടുമാണ് നമുക്ക് ഫീൽ ചെയ്യുക. നമുക്ക് പറയാം, ദ ഒബ്ജക്റ്റ് ആക്ച്വലി ഡസ് നോട്ട് ഡീവിയേറ്റ് ഫ്രം ഇറ്റ്സ് പാത്ത് ബട്ട് അപ്പിയേഴ്സ് ടു ഡു സോ ഡ്യൂ ടു ദ റൊട്ടേഷൻ ഓഫ് ദി കോർഡിനേറ്റ് സിസ്റ്റം. ആക്ച്വലി ഇത് ഇതിൻ്റെ പാത്തിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ നിൽക്കുന്ന ഫ്രെയിം ഏതാണോ അതിനനുസരിച്ചാണ് ഇതിൻ്റെ ഡീവിയേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നത്. നമ്മൾ റൊട്ടേറ്റിംഗ് ഫ്രെയിമിലായതുകൊണ്ട് ഇതിൻ്റെ പാത്ത് നമ്മൾ കർവ് ചെയ്തായിട്ട് ഫീൽ ചെയ്യാണ്. ആക്ച്വലി ദർ ഈസ് നോ ഡീവിയേഷൻ ഇൻ ഇറ്റ്സ് പാത്ത്. അപ്പോൾ ഇതാണ് കോറിയോളിസ് ഫോഴ്സും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമുക്കിതിൻ്റെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ്സ് ഞാനതിൻ്റെ ലിങ്ക്, യൂട്യൂബിലെ ലിങ്ക് ഞാൻ തരാം. ഓക്കെ, സ്റ്റോപ്പ് ദിസ് സെഷൻ. ആക്ച്വലി നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ തീർന്നിട്ടുണ്ട്. ഇതിലെ ഡെറിവേഷൻ പാർട്ട് ആക്ച്വലി സിലബസിലില്ല, പക്ഷെ നിങ്ങൾക്ക് ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെയും കോറിയോളിസ് ഫോഴ്സിൻ്റെയും മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാനത് നിങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നത്. ഓക്കെ.